IELTS, ജർമ്മൻ, OET, PTE കോഴ്സുകളിൽ 3000-ലധികം മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് 14ാം വാർഷികത്തിലേക്ക് ബാമാസ് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാദമി, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കോതമംഗലം. ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണ നഗരസഭയുടെയും അതുപോലെ സമീപ പഞ്ചായത്തുകളുടെയും അലിഗഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളടക്കമുള്ളവരുടെയും ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ വിഭാവനം ചെയ്ത 93 കോടി രൂപ ചെലവഴിക്കുന്ന ഒരു പദ്ധതിയുടെ മുന്നിലാണ്. രാമൻചാടി കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് സ്റ്റേഷനും മറ്റുള്ള അനുബന്ധ കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഏറ്റവും മുകളിലെ ഒരു കുന്നുംപുറത്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ജലസംഭരണിയുണ്ട്. പിന്നെ രാമൻചാടി പദ്ധതി പ്രദേശത്ത് അതിൻ്റെ മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇത് നീണ്ടുപോകാനുള്ള കാരണം ഏകദേശം ഇപ്പോൾ വർഷങ്ങൾ ഒരുപാടായിരിക്കുന്നു ഇത് പദ്ധതി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ പി ഷാജിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഉടൻ തന്നെ അത് പൂർത്തീകരിക്കും എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമുണ്ട്. 66 ലക്ഷം രൂപ കോഷൻ ഡെപ്പോസിറ്റ് വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ നൽകും. അതിനുശേഷം ട്രയൽ റൺ നടക്കും. അത് കഴിഞ്ഞ് പദ്ധതി അധികം വൈകാതെ തന്നെ അത് നാടിന് സമർപ്പിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നഗരസഭാ ചെയർമാനും മറ്റ് കൗൺസിലർമാരും അടക്കം ഈ പദ്ധതി പ്രദേശത്ത് അടുത്ത് തന്നെ സന്ദർശനം നടത്തുന്നുണ്ട്. ഈ പദ്ധതി വിഭാവനം ചെയ്ത രീതിയിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ പദ്ധതി ഈ സമീപ പഞ്ചായത്തുകൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ നഗരസഭയിലെ എല്ലായിടത്തെയും ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയെക്കുറിച്ച് നഗരസഭാ ചെയർമാൻ നമ്മോട് പ്രതികരിക്കുന്നുണ്ട്. നാട്ടുകാരും വലിയ പ്രതീക്ഷയിലാണ്. കാരണം വേനൽ കടുക്കുമ്പോൾ കുടിവെള്ളമില്ലാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഈ 93 കോടി രൂപ ചെലവഴിക്കുന്ന ഈ പദ്ധതിയിൽ രാമൻചാടി വഴി ഇപ്പോഴും എവിടെയും വെള്ളം എത്തിയിട്ടില്ല എന്നത് നാട്ടുകാരുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരു ആരോപണവും ആക്ഷേപവുമാണ്. അപ്പോൾ രാമൻചാടി കുടിവെള്ള പദ്ധതി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവലോകനം നടത്തുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ യോഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന യോഗം ഈ മെയ് മാസം 2-ാം തീയതി ഈ ചേംബറിൽ ചേരുന്നുണ്ട്. എല്ലാ വകുപ്പുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഇനി എവിടെയാണോ ഏതൊക്കെ വർക്കുകളാണോ പെൻഡിങ് ഉള്ളത് അത് തീർക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. എൻ്റെ അറിവിൽ ഇനി അത്രയധികം വർക്കുകൾ ബാക്കിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് കമ്മീഷൻ ചെയ്യുമെന്ന് നമ്മൾ പറയുന്നത്. 93 കോടി രൂപയുടെ പദ്ധതിയാണ് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്തും കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ കാലത്തും ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ്. കിഫ്ബി മുഖേനയാണ് നടപ്പാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന പദ്ധതി പെരിന്തൽമണ്ണ നഗരസഭയിലെ ആളുകൾ മാത്രമല്ല, തൊട്ടടുത്ത പഞ്ചായത്തുകളായിട്ടുള്ള അങ്ങാടിപ്പുറം, ഏലംകുളം, നമ്മളെ അഭിമാനമായിട്ടുള്ള അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്കും വെള്ളം ലഭ്യമാക്കുന്ന കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു ഡ്രീം പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി മാത്രമേ പെരിന്തൽമണ്ണയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവും. അതാണെങ്കിലും 2050 വരെ ആ കുടിവെള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുന്നതിനുള്ളൊരു പ്രൊജക്റ്റായിട്ട് മാറും ചെയ്യും. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ്, വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ് എൻ്റെ കമ്മീഷനെ കാണുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. തീർച്ചയായും പെരിന്തൽമണ്ണ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മികച്ച പദ്ധതിയുടെ കമ്മീഷനിങ്ങായി ആ പരിപാടിയെ മാറ്റി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നമ്മൾ നടത്തുകയാണ്. നിലവിൽ 2 പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. ആ 2 പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് KCBയുമായി ബന്ധപ്പെട്ടായിരുന്നു. KCBയുടെ ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 16 കിലോമീറ്റർ ലൈൻ വലിക്കണമായിരുന്നു. അത് പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ആധുനിക രീതിയിൽ വേണോ അതോ പഴയ രൂപത്തിൽ വേണോ എന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെടുത്ത സ്റ്റാൻഡ് ഏറ്റവും ആധുനികമായ രീതിയിൽ കുറേ കാലങ്ങൾക്ക് നിൽക്കുന്നതാണല്ലോ. അപ്പോൾ പുതിയ രൂപത്തിലുള്ള കേബിൾ വലിച്ച് ഏപ്പോൾ പോസ്റ്റ് ഇട്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ്. അപ്പോൾ അതിന് ഏപ്പോൾ പോസ്റ്റ് വരാൻ വേണ്ടി കാലം വെയിറ്റ് ചെയ്തു. ഇതിനെ കേബിളിന് വേണ്ടി സമയം കാണേണ്ടി വന്നു. ഇത് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയില്ല. ഇതിന് പ്രത്യേക കരാർ വേണം. ആ കരാറുകാരെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി പരിഹരിച്ചിപ്പോൾ ഏപ്പോൾ പോസ്റ്റ് 17 കിലോമീറ്റർ വലിച്ച് കേബിൾ വലിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി നടന്ന് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും. രണ്ടാമതൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഇത് വാട്ടർ അതോറിറ്റിയാണ് ഇതിൻ്റെ ഓണർഷിപ്പിലെത്തുക. കിഫ്ബിയാണ് ഇത് തുടങ്ങിയെങ്കിലും കിഫ്ബിയുടെ പണമാണ് ഉപയോഗിച്ചെങ്കിലും വാട്ടർ അതോറിറ്റിയാണ് ഇതിൻ്റെ ഓണർഷിപ്പ്. അപ്പോൾ വാട്ടർ അതോറിറ്റിയാണ് ഓണർഷിപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ
ഇതിൻ്റെ വൈദ്യുതി പിന്നെ ഇതിൻ്റെ CD അടക്കേണ്ടത്, കോഷൻ ഡെപ്പോസിറ്റ് അടക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. അത് ഏകദേശം 66 ലക്ഷം രൂപ വരും. അപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ അതിനൊരു കാലതാമസവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രയാസങ്ങൾ നിലനിന്ന സമയത്ത് നഗരസഭാ ചെയർമാൻ എന്ന നിലക്ക് നമ്മൾ നേരിട്ട് തന്നെ പോയി വാട്ടർ അതോറിറ്റി MDയെ കഴിഞ്ഞ മാസം ആദ്യം നേരിട്ട് കണ്ട് ഇവിടുത്തെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ 66 ലക്ഷം രൂപ അന്ന് തന്നെ വാക്കാൽ പിന്നെ നമുക്ക് ഉറപ്പ് തരികയും 4 ദിവസം മുമ്പ് അതിൻ്റെ ഓർഡർ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോഷൻ ഡെപ്പോസിറ്റ് അടക്കാനുള്ള ഫണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി വാട്ടർ അതോറിറ്റിയുടെ പ്ലാന്റിലെ കുറച്ച് വർക്കുകൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ KSEBയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ KSEB CD അടക്കാനുള്ള പിന്നെ ഡിമാൻഡ് നോട്ടീസ് അവർക്ക് നൽകി ഈ പണം അടച്ചു കഴിഞ്ഞാൽ, ഈ കണക്ഷനും കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്മീഷൻ ചെയ്യാനും ട്രയൽ റൺ നടത്താനും നമ്മൾ റെഡിയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഹാപ്പിയാണ്. എല്ലാ പരിപാടികളും അവസാനിച്ചിട്ടുണ്ട്. ഇനി 2-ാം തീയതി നടക്കുന്ന യോഗം കൂടി കഴിഞ്ഞാലാണ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഉദ്ഘാടന ഡേറ്റ്. അപ്പോൾ 2-ാം തീയതി കഴിഞ്ഞാൽ ആ ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള സർവ്വ സന്നാഹങ്ങളോടുകൂടി സജ്ജമായിരിക്കുകയാണ് പെരുന്തോണ നഗരസഭ. ഏകദേശം 93 കോടി രൂപയുടെ വലിയൊരു പദ്ധതിയാണ്. അപ്പോൾ ഈ നാട്ടുകാർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവം, ഒരു പദ്ധതിയാണ് രാമഞ്ചാടി കുടിവെള്ള പദ്ധതി. അതിൻ്റെ ഭാഗമായ പമ്പിംഗ് സ്റ്റേഷൻ, മറ്റുള്ള അനുബന്ധ സംഭവങ്ങൾ, ഈ കുന്നിൻ മുകളിൽ ഞങ്ങൾ വന്നത് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പ്രേക്ഷകർ അറിയണം. ഇത് ഇനിയും വൈകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത് തന്നെ 66 ലക്ഷം രൂപ PWDക്ക് വാട്ടർ അതോറിറ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, CD കിട്ടിക്കഴിഞ്ഞാൽ അത് ട്രയൽ റൺ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് സന്ദർശനം, നഗരസഭ കൗൺസിലർമാരും ചെയർമാരൊക്കെ സന്ദർശിക്കും. എത്രയും പെട്ടെന്ന് ഈ പദ്ധതി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് തന്നെയാണ് നഗരസഭാ ചെയർമാനും നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നിള 24 ലൈവ്.